വർക്കല അയിരൂരിൽ വൃദ്ധ മാതാപിതാക്കളെ മകൾ വീടിന് പുറത്താക്കിയതിൽ ഇരുവരുടെയും സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തിയാൽ നടപടിയുണ്ടാകുമെന്ന് സബ് കളക്ടർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. മാസം തോറും മക്കൾ 10,000 രൂപ വെച്ച് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. കളക്ടറുടെ ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെ അയിരൂർ വൃന്ദാവനം വീട്ടിൽ ദമ്പതികൾ താമസം തുടങ്ങിയിരിക്കുകയാണ്. ആർക്കും വേണ്ട മക്കൾ അമ്മയും അച്ഛനെ ഇപ്പം മക്കൾക്ക് വേണ്ട. സ്വത്ത് അങ്ങ് നേരത്തെ കിട്ടി. സ്വത്ത് ഇവർ നേരത്തെ എഴുതി കൊടുത്തു പോയി. അതാണ് പ്രശ്നം. സ്വന്തം മാതാപിതാക്കളെ വീട്ടിൽ നിന്നും പുറത്താക്കിയ മകളെയും നിസ്സഹായരായി എങ്ങോട്ട് പോകണമെന്നറിയാതെ കരഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കളെയും കണ്ടത് കഴിഞ്ഞ ദിവസം. പോലീസ് അടക്കം ഇടപെട്ടെങ്കിലും മകൾ വാതിൽ തുറന്നില്ല. വൃദ്ധ ദമ്പതികളുടെ ആശുപത്രി രേഖകളും മരുന്നുകളും ജനൽ വഴി പുറത്തേക്കിട്ടു. അച്ഛനെയും അമ്മയെയും ഏറ്റെടുക്കാൻ സമീപത്ത് താമസിക്കുന്ന മകനും തയ്യാറായില്ല. ഇരുവർക്കും 2 രാത്രികൾ അഭയമായത് മറ്റൊരു ബന്ധുവീട്. സംരക്ഷിക്കുമെന്ന് കരുതിയ മക്കൾ തന്നെ പുറത്താക്കിയതോടെ മകൾക്കെതിരെ ഇരുവരും പോലീസിൽ പരാതി നൽകി. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും വിഷയത്തിൽ ഇടപെട്ടു. പിന്നാലെ മകൾ സിജിക്കും ഭർത്താവിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു അയിരൂർ പോലീസ്. തൊട്ടടുത്ത നിമിഷം മാതാപിതാക്കൾക്ക് താക്കോൽ കൈമാറി മകൾ വീട്ടിൽ നിന്നിറങ്ങി. ഇന്ന് സബ് കളക്ടറുടെ ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതിന് പിന്നാലെ വീട്ടിൽ താമസം തുടങ്ങിയിരിക്കുകയാണ് വൃദ്ധ ദമ്പതികൾ. മക്കൾക്കുള്ള കർശന നിർദ്ദേശങ്ങളും സബ് കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു. മാതാപിതാക്കളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കരുത്. എല്ലാ മാസവും 10-ാം തീയതിക്ക് മുമ്പായി 3 മക്കളും ചേർന്ന് 10,000 രൂപ മാതാപിതാക്കളുടെ അക്കൗണ്ടിലിടണം. മരുന്ന്, ഭക്ഷണം, വസ്ത്രം എന്നിവയ്ക്ക് ചിലവാകുന്ന തുക മക്കൾ 3 പേരും തുല്യമായി നൽകി സംരക്ഷണം ഉറപ്പാക്കണം. അല്ലാത്തപക്ഷം നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഉത്തരവിലുണ്ട്. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് വൃദ്ധ ദമ്പതികൾ. സന്തോഷം അന്ന് തന്നെയായി. അത് കർണാടകത്തിൽ പോയതിന്റെ അന്ന് തന്നെ സന്തോഷപ്പെട്ടാണ് വന്നപ്പോഴാണ് ഈ പ്രശ്നം വന്നപ്പോൾ സംഘാതം കൂടി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. എന്തായാലും സ്വത്ത് തട്ടിയെടുത്ത് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നവർക്കുള്ളൊരു പാഠം തന്നെയാണ് ഇതെന്ന് പറയാതെ വയ്യ. നമ്മളെ പോറ്റി വളർത്തിയവരെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്കുമുണ്ട് എന്ന് ഓരോ മക്കളും ഓർത്തെടുക്കുക വേണം.